കടല് കെട്ടുകാട് പള്ളി കിടക്കുന്ന സ്ഥലമാണ്. മൊത്തം കടൽ കയറി കിടക്കുകയാണ്. ഇപ്പം നല്ല പുതിയതായിട്ട് ഫുട്ബോട്ട് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കടകളൊക്കെ ഇറക്കി പരിപാടിയാണ്. ഇങ്ങനെ വെള്ളം കയറി എടുത്തോണ്ട് പോകും. വെള്ളം ഇങ്ങനെ ഇഷ്ടം വരെ കിടക്കും. ചെയ്യാൻ പറ്റാതെ ഇഷ്ടം കിടക്കും അല്ലേ? പള്ളിയുടെ ഫ്രണ്ട് എനിക്കറിയാം, ഞാൻ കണ്ടു. ചേച്ചി കുളിച്ചിട്ട് വാ. ചേച്ചി എനിക്ക് കപ്പ അപ്പൻ്റെ ഞാനൊരു വണ്ടി അതോ അവിടെ ഒതുക്കിയിരിക്കുകയാണ്. അത് ആ ഭാഗത്തായിട്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്നുണ്ടാവും വൈറ്റ് സഫാരി. പിന്നെ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് എയർപോർട്ടാണ്. അതിൻ്റെ ഇതോടെ ചേർത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ശംഖ് പോകണം. പിന്നെ കുടിക്കണേ കൂടി ഇപ്പം അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ചെറിയൊരു പാർക്കിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഉള്ള കടകളാണ് ഈ കാണുന്നത്. ഐസ്ക്രീം കട. അപ്പോൾ ഞാനല്ല പറഞ്ഞത്. എടുക്കണ്ട ഇങ്ങനെ ആ ഭാഗത്ത് പാർക്ക് അടിയെല്ലാം കരിക്കെല്ലാം ഇറക്കി ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതെല്ലാം കൂടെ എടുത്തോണ്ട് പോകും. ഇവിടെയൊക്കെ ചെറിയ വഴി പോലെയൊക്കെ ഉണ്ടായിരുന്നു, റോഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നേരത്തെ നടന്നെടുത്തോണ്ട് പോകും. ഈ റോഡൊക്കെ നേരെ നല്ല അടിപൊളിയായിട്ട് നേരത്തെ ചെയ്തിട്ടിരുന്നു. ഈ റോഡെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്. പിന്നെ 2 ബോട്ടങ്ങാണ്ട് ഇതിനകത്ത് ശരിക്കും ബോട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ബോട്ട് മാത്രം അവിടെ കിടക്കുന്നുണ്ട്. വേറെ ബോട്ടോ ഒന്നുമില്ല, കാണാനില്ല. 2 ബോട്ട് കിടക്കുന്നുള്ളൂ അങ്ങ് അറ്റത്ത്. അത് കാണാൻ പറ്റുമെന്ന് അറിയണം. കടലെല്ലാം കലക്കി കുറുങ്ങിയാണ് കിടക്കുന്നുണ്ട്. ഉള്ള ചപ്പും ചവറെല്ലാം കൂടി അടിച്ച് കലക്കി
വേണ്ട കയറുന്നു കേട്ടോ. റോഡുണ്ടായിരുന്നു നേരത്തെ, ഈ റോഡെല്ലാം ഇടിച്ചു പൊളിഞ്ഞെല്ലാം പോയി. അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരിക്കണമെല്ലാം തന്നെ ഇതിൻ്റെ താഴെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ് കെട്ടി നോക്കിയിരിക്കും. ഈ സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന വള്ളങ്ങളെല്ലാം അടിച്ചു നോക്കിയതുകൊണ്ട് സൈഡിൽ കൊണ്ട് അടിച്ചിട്ടിരിക്കുന്നത് എല്ലാം അടിച്ച് കയറി ഇട്ടിരിക്കുക. അതുകൊണ്ട് ഈ സൈഡെല്ലാം ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇടിഞ്ഞതാണ്. അല്ല വെള്ളം അടിച്ച് പൊട്ടിക്കുന്നത് ഇരിക്കുന്നുണ്ട്. വെള്ളം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഒതുക്കിയിട്ടിരുന്ന വെള്ളമാണ്. പക്ഷേ അത് കടൽ കയറി എല്ലാം അടിച്ച് പൊട്ടിച്ച് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ആ ഭാഗത്ത് ഇവിടെ രണ്ട് വെള്ളം വെള്ളം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. ഇവിടെ ഈ സൈഡിൽ ഇരുന്ന് എല്ലാം കൂടി ഇടിച്ച് വരുന്നുണ്ട്. അവിടെ കൊണ്ടുപോകുന്ന എല്ലാം കൂടി കടലെടുത്ത് അവിടെ കൊണ്ടുപോകും. ഈ അടി കൂടി കുറേ കേബിളോ എന്തൊക്കെ വലിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ സൈഡിൽ കൂടി എല്ലാം വെള്ളം എടുത്ത് സൈഡിൽ കൂടി കിടക്കും. ബോട്ട് രണ്ട് ബോട്ട് ശംഖുഭാഗത്ത് ആള് കുറവാണ്. നമ്മൾ സമയം എത്ര 4 മണിയായിക്കാം അല്ലേ? 5 മണി കണ്ടായി. 5 മണിയായി. 5 മണിയായപ്പോൾ ആളൊക്കെ കുറവാണ്. ഇതിനുള്ള ആളൊക്കെ ഉണ്ട്. ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ അവിടെയൊക്കെ ഇഷ്ടംപോലൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഈ പാങ്ങളെല്ലാം വന്ന് കാണാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. മഞ്ഞ് പോലെ എല്ലാം മഞ്ഞ് പോലെ കിടക്കുകയാണ്. മഞ്ഞ് കയറുന്ന പോലെ അല്ലേ? ഈ സൈഡിലൊക്കെ വള്ളങ്ങൾ കൊണ്ടുവന്ന് കടങ്ങളായിരുന്നു. ഇതെല്ലാം വെള്ളം കയറി ഫുള്ള് ബ്ലോക്കായി കംപ്ലീറ്റ്. അതിലേക്ക് അറ്റം വരെ അവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് പോലെ ഇതിൽ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കടലെടുക്കുന്നു. താഴോട്ട് കോൺക്രീറ്റ് ഇരിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരുന്ന സംഭവങ്ങളാണ്. അത് കോൺക്രീറ്റ് മാത്രം താഴെ എല്ലാം കടലെടുത്തോണ്ട് താഴെ ഉണ്ടോ കോൺക്രീറ്റ് തൂണുകൾ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ആ പില്ലർ പോലത്തേതാണ്. അതെല്ലാം എടുത്ത് താഴെ കൊണ്ട് ഇട്ടിരിക്കും. കടലൊക്കെ കരയെല്ലാം കയറി കടലെടുത്തോണ്ട് പോയി. കുറേ വള്ളങ്ങൾ താഴെക്കുന്ന വള്ളങ്ങളാണ്. ഇതെല്ലാം മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലത്തെ വള്ളങ്ങളാണ് അവിടെ അടിച്ച് പൊളിച്ച് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത്. കിടക്കുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത്. വള്ളങ്ങളെല്ലാം മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ കയറ്റി വെച്ചിരുന്ന വെള്ളം എടുത്തോണ്ട് താഴെ ഇറക്കിയിട്ടിരിക്കുക. 2 വെള്ളം താഴെ ഇറക്കിയിട്ടിരിക്കുക. ഇന്ന് ആൾക്കാർ ശംഖുഭാഗത്ത് ആൾക്കാർ കുറവാണ്. ഇനിയേ വരുള്ളൂ ആൾക്കാർ. ഇപ്പം മണി 5 ആയുള്ളൂ. ഇനി ഒരു 6-7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ആവും. എന്നാലും അത്യാവശ്യമായിട്ടുള്ള തിരക്കുണ്ട് അല്ലേ? ശംഖുഭാഗം, കടപ്പുറം ബീച്ച്, പിന്നെ മുകളിലോട്ടുള്ള കടകൾ, പിന്നെ അതിനാണ് മത്സ്യകന്യക. ഇതൊക്കെ തന്നെ ഇവിടെ അന്നത്തെ. അതായത് ഈ കുതിരയുടെ പുറത്ത് പോകുന്നവർക്ക് പോകാൻ പറ്റും. അതിന് പൈസ കൊടുത്താൽ പോവാം. എത്ര രൂപയാണ് ചാർജ് എന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും കുതിരയുടെ പുറത്ത് പോകേണ്ടവർക്ക് പോകാൻ പറ്റും. കേട്ടോ
പ്രീമിയം നെല്ലിക്ക അല്ലാത്ത നെല്ലിക്ക 2 40 രൂപ. അവിടെ ചെടിയാട്ടോ എടുക്കാവേ മുട്ട വെച്ച് ചായ ഇവിടെ മൊത്തം വെച്ച് മുകളിൽ ഇട്ടിരിക്കുന്നു. താഴെ ഒഴുക്കിയിട്ടിരുന്ന വെള്ളങ്ങളെല്ലാം മുകളിൽ ഇവിടെ കൊണ്ടിട്ടിരിക്കുക. അവിടെ ഒരു ചെറിയൊരു തട്ടുകടയാണ്, ഭയങ്കര തിരക്ക്.